എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളത് നോക്കാം. ഒരുപാട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ബാരിയേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹൗ ദേ ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഫിയർ ഓഫ് ആക്സെപ്റ്റൻസ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ബാരിയേഴ്സ് എന്താണെന്നുള്ളതൊന്ന് ചാറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ബാരിയേഴ്സ് വരുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഞാൻ വരട്ടെ. ഓക്കെ, ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്, വിൽ ദേ ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. കമ്മ്യൂണിക്കേഷൻ ബാരിയർ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ജഡ്ജ്മെന്റ് ഒരു വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് അല്ലേ. പിന്നെ ഓക്കെ, ഓക്കെ, ഹൗ മേ ടോക്ക് വിൽ അഫക്ട്, ഞാൻ സംസാരിക്കുന്നത് അവർക്ക് എങ്ങനെ എഫക്ട് ചെയ്യും, പിന്നെ ശരിയായ രീതിയിൽ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഏബിൾ ടു എക്സ്പ്രസ് വാട്ട് ഈസ് സപ്പോസ് ടു ബി എക്സ്പ്രസ്ഡ്. അത് രണ്ടും ഏകദേശം തന്നെ. എന്താണോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഓക്കെ കൾച്ചറൽ ഡിഫറൻസസ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൾച്ചറൽ ഡിഫറൻസ്, ലാംഗ്വേജ് ഡിഫറൻസ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഡിഫറൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് എഫക്റ്റീവ് ആയിട്ട് കിട്ടില്ല, ചില സമയത്ത് എഫക്റ്റീവ് ആവില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു കോൺഫ്ലിക്ട്സിനുള്ള ഒരു ചാൻസും കൂടെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ബാരിയേഴ്സ് ആയിട്ട് വരുന്നത്. 1 by 1 ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയതിനു ശേഷം നമുക്ക് അതിന്റെ വർക്ക്ഷീറ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, ഒന്ന് ഇമോഷണൽ റിയാക്ടിവിറ്റി, അതെല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും. മാത്രമല്ല ഇമോഷണൽ ഇന്റലിജൻസ് ക്ലാസ്സിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇമ്പൾസീവ് റെസ്പോൺസ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, അതായത് ചിന്തിക്കാതെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അതോടുകൂടി എന്താ പറയണോ, എങ്ങനെ പറയണോ, എന്ത് പറയണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യില്ല, ഞാൻ എന്താണോ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അവിടെ വന്നിട്ടുണ്ടാവില്ല, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ ആക്ച്വലി എന്താണ് അവിടെ അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് അവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ പിന്നെ മാനേജ് ചെയ്യാം. ഇമോഷൻ മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ച ടൂൾസ് തന്നെയാണ് ഇതിനെ യൂസ് ചെയ്തത്. അതിൽ കുറച്ച് 1-2 ഇവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട്സും ഇത് നോക്കിയിട്ട് ഇമോഷൻ മാനേജ്മെന്റിലേക്ക് പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ പോസ് ആൻഡ് റിഫ്ലക്ട്. എപ്പോഴാണെങ്കിലും ഒന്ന് നമുക്ക് ആ ഒരു ടോപ്പിക് എന്തിനോടാണെങ്കിലും റിഫ്ലക്ട് ചെയ്യുന്നതിന് മുമ്പ്, റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പോസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ചിന്തിക്കണം, ഇമോഷണൽ ബ്രെയിൻ ഒന്ന് ഡൗൺ ആയി നമ്മുടെ തിങ്കിങ് ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആകാനുള്ള ഒരു ടൈം കിട്ടും. അക്നോളജ് ഇമോഷൻസ് എന്താണ്, അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിനെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ പിന്നെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ചസ് വരും. ഇവിടെ എന്താണ്, തിങ്ക് ചെയ്യണില്ല, എന്താണോ അപ്പോൾ ഉള്ള ഒരു ഇമോഷൻ അതിനനുസരിച്ച് ഒറ്റയടിക്കാണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ആക്റ്റീവ് ലിസണിങ് എല്ലായിടത്തുള്ള ഒരു സംഭവമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ആക്റ്റീവ് ലിസണിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കേട്ട് മനസ്സിലാക്കി ഒരു ടൈം കൊടുത്ത് അപ്പുറത്തുള്ള ആളൊക്കെ മനസ്സിലാക്കി എന്താ പറയണമെന്നൊക്കെ മനസ്സിലാക്കി, അഥവാ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവരോട് വീണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പക്ഷെ അതിനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല പൊതുവെ. യൂസ് ഐ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും അപ്പുറത്തുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, യു സ്റ്റേറ്റ്മെന്റിന് പകരം ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇങ്ങനെ അത് ഫീൽ ആയി, അല്ലെങ്കിൽ എനിക്കത് അത്ര മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും, പക്ഷെ എന്നാലും ആദ്യ പോയിന്റ്സ് പറഞ്ഞു പോയതിനു ശേഷം നമുക്കതിൽ വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്യാം. രണ്ടാമത്തത് അസംഷൻസ് ആൻഡ് മൈൻഡ് റീഡിങ്. ഇതും വലിയ ഒരു വില്ലൻ തന്നെയാണ്. അസംഷൻസ് നമ്മൾ അസ്യൂം ചെയ്യണം, അവരുടെ മൈൻഡിലുള്ളത് അവരങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവം. എപ്പോഴും നമ്മൾ NLP മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി എന്ന് പറയാം. പലപ്പോഴും ഒരു റിയാലിറ്റിയോട് ആയിരിക്കില്ല നമ്മൾ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള വ്യക്തി എന്താണോ പറഞ്ഞത്, എന്താണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു റിയാലിറ്റിയോട് ആയിരിക്കില്ല അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ചെയ്യായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണോ അവർ വിചാരിച്ചത് അതെനിക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പ്രശ്നം വരും. ഇന്റർപ്രിറ്റേഷൻസ്, തെറ്റായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് നമ്മൾ ഇതൊക്കെ കോമൺ ആണ് അല്ലെ. പിന്നെ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, അതായത് അത് നമ്മൾ ചിലപ്പോൾ പലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും. ഒരു മിസ്മാച്ച്ഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് 1-2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഭയങ്കര ഡയറക്റ്റ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരാൾ വളരെ ഇൻഡയറക്റ്റ് ആണ്, നേരിട്ട് കാര്യങ്ങളൊന്നും പറയാൻ അറിയൂല. അപ്പൊ എന്താണോ വേണ്ടത്, ഇപ്പൊ നാളെ ഞാൻ ഷോപ്പിങ്ങിന് പോട്ടെ എന്നുള്ളതായിരിക്കും എനിക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരെ ചെന്നുകൊണ്ട് നാളെ ഞാൻ ഷോപ്പിങ്ങിന് പോട്ടെ എന്നുള്ളത് മാത്രം ചോദിക്കാം എനിക്ക്. അതല്ലെങ്കിൽ ഞാനൊരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അതില്ലേ ഞാൻ അന്ന് വാങ്ങിച്ച അതെല്ലാം അത് കഴിഞ്ഞു പോയി, അപ്പൊ ഇത് അങ്ങോട്ട് അതിന് അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് പോകാൻ സമയമില്ല, അതില്ല, ഒറ്റ വാക്ക് എനിക്ക് പറയേണ്ടതേ ഉള്ളൂ, നാളെ എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം എന്നുള്ളതാണ് പറയേണ്ടത്. അതിന് പകരം ഒരുപാട് കാര്യങ്ങൾ അതിനോട് അറ്റാച്ച് ചെയ്ത് അത് ഇൻഡയറക്റ്റ് ആയിട്ട് അതിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാം പല രീതിയിലും. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ പറയേണ്ട വിഷയം അവിടെ പറയൂല, വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം എനിക്കിതാണ് എന്റെ ആവശ്യം എന്നുള്ളത്. അവിടെ രണ്ട് വ്യക്തികള്, ഒരാൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഒരാൾ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നാലും മറ്റാൾക്ക് ഒരുപക്ഷെ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് നാത്തോട് പറഞ്ഞൂടെ നേരിട്ട് എന്ന് പറയും അല്ലെ. അപ്പൊ എന്താവും, ഇപ്പുറത്ത് ഫീലിംഗ് ആവും. അപ്പൊ ഇതുപോലെ ചിലർ വളരെ അസർട്ടീവായിട്ട് കാര്യം പോലെ പറയാൻ പറ്റും, ചിലർ വളരെ പാസീവായിട്ടാണ് ഒരു കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തവരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ചിലർ ഭയങ്കരമായിട്ട് എന്താണ് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും.
കം ടു ദ പോയിന്റ് എന്ന് പറയേണ്ട ഒരു ആവശ്യം വരും നമ്മൾ. കാരണം അത് ഇങ്ങനെ വിശദീകരിച്ച് അതിന്റെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് ഇന്ന് 4 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്, 4 മണിക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയാനുണ്ടെങ്കിൽ, വീട്ടിലെ ഗസ്റ്റ് വന്നു, അപ്പൊ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു, എനിക്ക് 4 മണിക്ക് ക്ലാസ് കയറാൻ പറ്റില്ല, ഞാൻ 10 മിനിറ്റ് വൈകിട്ടാണ് കയറുക. അപ്പൊ അതിന് അങ്ങനെ ഡയറക്റ്റ് വളരെ ചുരുക്കിയിട്ട് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവർ വന്ന സ്റ്റോറി അതിനു മുമ്പ് ഞാൻ ഒരുക്കി വെച്ച എല്ലാം തീർത്ത് നമസ്കാരം എല്ലാം കഴിച്ച് ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു, അപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് പറയാം. അപ്പൊ ഈ സ്റ്റൈല് 2 വ്യക്തികൾ തമ്മിലാവുമ്പോൾ വളരെ മിനിമലിസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞ് വരുന്നത് കാണുമ്പോൾ ബോറടിക്കും. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അവരോട് അങ്ങനെ വിശദമായിട്ട് സംസാരിക്കാം. അതല്ല വളരെ കുറച്ച് മാത്രം പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരോട് പറയാം. പിന്നെ അതുപോലെ എന്റെ ശൈലി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. പിന്നെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു പോയതിനു ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണ്ടേ ഓരോരുത്തർക്ക്. പിന്നെ ചിലത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള എല്ലാവരും ആവണമെന്നില്ല, ചിലരുള്ള ഡിഫറൻസ് ഉണ്ടാവും. ചിലർക്ക് പിന്നെ കുറെ മിണ്ടാതിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർ നന്നായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഒക്കെ ഒരുമിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താവും, ക്ലാഷ് ആവും. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പിന്നെ അസർട്ടീവായിട്ട് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നില്ല. ഈ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കുറച്ച് ഒരു കാംനെസ്, ഒരു സമാധാന സ്വസ്ഥത കിട്ടണമെങ്കിൽ കുറച്ച് അപ്പൊ മറ്റൊരാൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് കപ്പിൾ റിലേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് അവിടെ നമുക്ക് മറ്റുള്ള ഫീൽഡിൽ പോരല്ലേ, അത് എപ്പോഴും എന്നും ഒരുമിച്ചുള്ളത്. അപ്പോൾ അങ്ങോട്ടും കൊണ്ട് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. പിന്നെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാനിങ്ങനെ അവിടെ നോക്കിയിട്ട് സ്ക്രീനിൽ നോക്കി ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാനിങ്ങനെ മൊബൈലിൽ നോക്കണമെന്നുണ്ട്, അതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോറടിക്കും, എപ്പോഴും എണീറ്റ് പോകും. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ ഓണാക്കി ക്ലാസ്സിൽ ഇരിക്കണം, അപ്പോൾ ഡയറക്റ്റ് ആണ്, എന്നിട്ട് നമ്മൾ ക്ലാസ്സിലാണ് ഞാൻ നിങ്ങളോട് അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചോളൂ. ഇത് നമ്മുടെ ലൈഫിൽ എപ്പോഴും സാധാരണ വരുന്ന, നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ സാധാരണ വരുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റും? ചാറ്റിന്റെ ഒരു ടൈപ്പ് ഡിസ്ട്രാക്ഷൻസ്. വെരി ഗുഡ്. കുട്ടികൾ അവരാണോ അല്ലെങ്കിൽ പാരന്റ്സ് ആണോ, എങ്ങനെയാണ് വരുന്നത്? കുട്ടികൾ നമ്മളോട് റെസ്പോണ്ട് രണ്ടും വരുന്നുണ്ടാവും അല്ലെ, നമ്മൾ ചോദിക്കുന്നതിന്. കുട്ടികളതിന്റെ ഇടയിൽ സംസാരിക്കും, അപ്പൊ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെ ഡിസ്ട്രാക്ഷൻസ്. അതെ, പല രീതിയിൽ വരും. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ ഇതേപോലെ ശ്രദ്ധിക്കാത്തത്, അങ്ങനെയുള്ള പല രീതിയിലൊക്കെ. മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഒന്നും ഇല്ല ഇതില്, എല്ലാവരിലും വരുന്നത് തന്നെയാണ്. നമ്മളത് ഒന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഡിസ്ട്രാക്ഷൻസ്. ഇപ്പം പ്രത്യേകിച്ച് മെയിലിന്റെ ഭാഗത്ത് നമ്മളത് കാണുമ്പോഴെപ്പോഴും ഈ ഡിസ്ട്രാക്ഷൻ അവരത് ശ്രദ്ധിക്കാതിരിക്കുന്ന പലപ്പോഴും ഇൻട്രസ്റ്റഡ് അല്ല, അവർക്ക് ചില ടോപ്പിക്സ് അവർക്ക് ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് പ്രയാസം ഉണ്ടാക്കും. ഓക്കെ, ഇനി സ്ട്രെസ്. ഓൾറെഡി ഒരാൾക്ക് സ്ട്രെസ് ഉണ്ട്, ഭയങ്കര ക്ഷീണമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ. അപ്പൊ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ അപ്പുറത്തുള്ള ഒരു വ്യക്തിക്കാണ് സ്ട്രെസ്സും ക്ഷീണമൊക്കെ ഉള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ, കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ചിലർ മിണ്ടാതിരിക്കുന്നവരുണ്ടാവും, പലരും പല രീതിയിലാണ് സ്ട്രെസ്സിനോട് ഇത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. ചിലരെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ദേഷ്യപ്പെടും, ചിലര് പിന്നെ ഒരുപാട് സംസാരിക്കും. അങ്ങനെ പല രീതിയിലാണ് അത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ്സും ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് അവരുടെ ഒരു പാറ്റേൺ എന്നുള്ളത് നോക്കാം, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും. ഇനി ഞാൻ ആണ് ഇത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് എന്റെ ഒരു റെസ്പോണ്ട്, ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. പലപ്പോഴും നമ്മൾ ലേഡീസിനെ നമ്മൾ വളരെ ടയർഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ ദേഷ്യപ്പെടലായിരിക്കും. അവർക്ക് അറിയില്ല നമ്മൾ ഏത് മൂഡിലാണ് എന്താണെന്നുള്ളത്. കാരണം അവർക്ക് ഇങ്ങനെ ഈവൻ നമുക്ക് പോലും അറിയില്ല, നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരാളെ വാച്ച് ചെയ്ത് അവരുടെ മൂഡ് ഏതാണ് എന്നുള്ളത് നോക്കാനും മനസ്സിലാക്കാനും നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ നമുക്കത് അറിയാം. അപ്പൊ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല, ഉമ്മ ഏത് മൂഡിലാണ് എന്താണെന്നൊന്നും. അപ്പൊ എന്ത് ചെയ്യും, അവര് ചെറിയ കുട്ടികളാകുമ്പോൾ, വലിയ കുട്ടികൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സ് ഒക്കെ അത്യാവശ്യം അതൊക്കെ മനസ്സിലാക്കുന്നവരാണ്, അവരതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൂഡ് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്കും അതിനനുസരിച്ച് നമുക്ക് പെരുമാറാം. അതേപോലെ ഞാൻ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്കത് എന്ത് ചെയ്യേണ്ട, അവിടെ ഒരുപാട് ഷൗട്ട് ചെയ്യേണ്ടതാവുണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഞാൻ കുറച്ച് ടയർഡാണ്, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഇന്നത്തെ ദിവസം കുറച്ച് ഓവർലോഡാണ്, അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് ഇതാക്കണേന്ന് പറഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ചെയ്യുന്നതിന് പകരം അത് ചെറിയൊരു സമയവും ചെറിയൊരു വേർഡ് അതിന് ആവശ്യമുള്ളൂ. നേരെ മറിച്ച് അതിന് പകരം നമ്മൾ ഇതെല്ലാം കൂടി ഇവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇന്ററപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ വിത്തൗട്ട് പെർമിഷൻ നമ്മൾ പോയിട്ട് ഇന്ററപ്റ്റ് ചെയ്യാം.
ഡോമിനേറ്റിംഗ് കോൺവെർസേഷൻ. ഇതെല്ലാം വരുന്നതാണ്. നമ്മൾ ഓരോന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകും, എന്നിട്ട് പിന്നെ ചെക്ക് ചെയ്യും. ഓക്കെ, എന്താ വെച്ചാല് ഒരാൾക്ക് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കാതെ നമ്മൾ ഒരുപാട് സംസാരിക്കുക. അതേപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ കുറെ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കുറെ അറിയാം. ഓക്കെ, അപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ബാരിയേഴ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും കൂടി, ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ട്. അപ്പോൾ ഒരാൾക്ക് അതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാം. അപ്പൊ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പറയാൻ ഒരു ചാൻസ് കൊടുക്കാതെ ഞാൻ എന്താണ് എന്റെ അഭിപ്രായങ്ങളും എന്റെ അറിവുകളും മാത്രം അവിടെ പറഞ്ഞു. മറ്റുള്ളവർക്ക് പലപ്പോഴും നമുക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ അത്രയും നമുക്ക് പറയാനൊന്നും ഉഷാറാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാകും. പക്ഷെ അത് പറയാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനൊരു ധൈര്യം നമുക്ക് കിട്ടില്ല. ചിലർ ഓൾ കോൺവെർസേഷൻ തന്നെ, ഒരു ഗ്രൂപ്പിലുള്ള ഓൾ കോൺവെർസേഷൻ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്കും പറയാനുള്ള ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലും മറ്റുള്ളവർക്ക് തീരെ ചാൻസ് കൊടുക്കാതെ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാം. അതേപോലെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നതിൽ കുറച്ച് പിടിച്ച് നിൽക്കുന്ന ആ രീതിയിലും മറ്റുള്ളവർക്ക് കേൾക്കാൻ പോലും റെഡി ഇല്ലാതൊക്കെ അതിനെ ഡോമിനേറ്റ് ചെയ്യാം. പിന്നെ ഓഫറിങ് അൺസോളിസൈറ്റഡ് അഡ്വൈസ് കൊടുത്തുകൊണ്ടേയിരിക്കാം. ചോദിക്കാതെ അഡ്വൈസ് കൊടുക്കുക, അങ്ങനെ കൊടുക്കരുത് എന്നാണ്